ഇപ്പോ മെക്കാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ നിങ്ങൾ ഡ്രോ കമാൻഡിനകത്തുള്ള എല്ലാ ടൂൾസും പരിചയപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ലൈനിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താം. ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും. വീഡിയോയിലും അതേപോലെ എന്തെങ്കിലും സജഷൻസും കറക്ഷൻസും കാര്യങ്ങളും നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഞാൻ എന്തായാലും അതിനനുസരിച്ച് ഞാൻ എന്റെ വീഡിയോകൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മെക്കാഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മള് ഇത്രയും നേരം നമ്മുടെ ഡ്രോയിങ്ങിലുള്ള കമന്റിനകത്തുള്ള ടൂൾസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ നോക്കാൻ പോകുന്നത് മോഡിഫൈ കമന്റ്സിനകത്തുള്ള ടൂൾസ് ഒക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ മൂവ് ടൂൾ പരിചയപ്പെട്ടു. ഇതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി എല്ലാ ടൂൾസും ഒന്ന് പരിചയപ്പെട്ടു. ആദ്യം നമുക്കൊന്ന് കോപ്പി ടൂൾ എടുത്തൊന്ന് പരിചയപ്പെടാം. ഈ കോപ്പി ടൂൾ എടുക്കും ഒരു സർക്കിൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഞാൻ ഒരു കോപ്പി കമന്റ് എടുത്തു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് എന്നിട്ട് എൻ്റർ അടിച്ചു. അതിനുശേഷം എനിക്ക് എവിടേക്ക് വേണമെങ്കിലും ഇതിന്റെ കോപ്പി വന്നിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എത്ര വട്ടമാണോ നമ്മൾ മൂവ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ കോപ്പി ആയിട്ടുള്ള ഇമേജ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇത് ഏറെ യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സർക്കിൾ നമ്മളൊരു പ്രോപ്പർ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചു. ഒരു സർക്കിൾ ആയിക്കോട്ടെ, ഒരു ഡിസൈൻ ആയിക്കോട്ടെ. പക്ഷെ നമ്മളിത് ഒരുപാട് എണ്ണം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീണ്ടും മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ പകരം നമ്മൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡിസൈൻ വരച്ച് അത് നമ്മൾ ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെച്ച് ടൂളാണ്. സ്ട്രെച്ച് ടൂൾ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രെച്ച് ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്രോസ് വിൻഡോ എടുത്തിട്ട് ഈ ഒരു 3 ലൈൻ നമ്മൾ സെലക്ട് ചെയ്യാം. കാരണം എനിക്ക് 3 ലൈനാണ് സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലൈൻ വന്നിട്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല, അത് വന്നിട്ട് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ ഒരു 3 ലൈൻ മാത്രം സെലക്ട് ചെയ്ത ശേഷം എൻ്റർ അടിക്കണം. അതിനുശേഷം ഞാനിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ മാത്രം ഫിക്സ്ഡ് ആയിട്ട് ബാക്കി 3 ലൈനും എന്നെ കൊണ്ട് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഡിസ്റ്റൻസ് എല്ലാം കൂട്ടി. ഇതാണ് ടൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാവുന്നത് റൊട്ടേറ്റ് ആണ്. റൊട്ടേറ്റ് ഒന്നുമില്ല, നമ്മൾ ഇതേപോലെ ഒരു സോളിഡ് വിൻഡോ എടുത്തു. ഈ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് സ്പെസിഫൈ ബേസ് പോയിന്റ്, ഇപ്പൊ ഈ ഒരു പോയിന്റ് ആണ് എനിക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പോയിന്റ് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഏതൊരു ആംഗിളിൽ വേണമെങ്കിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ഒരു ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചാൽ തന്നെ എനിക്കൊരു ഒബ്ജക്റ്റ് കിട്ടും. ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത കമന്റ് വന്നിട്ട് മിറർ കമന്റ് ആണ്. അപ്പൊ നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ മിറർ ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഒരു സർക്കിളാണ് എനിക്ക് മിറർ ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു. അതിനുശേഷം അതിന് എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് ഡ്രോ ചെയ്യുമ്പോൾ ആ ഒരു ലൈൻ ബേസ് ചെയ്തിട്ട് ആ ഒരു സർക്കിളിനെ മിറർ നമുക്ക് അവിടെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇതാണ് മിറർ കമന്റ്. ഇനി നമ്മൾ സ്കെയിലാണ്. സ്കെയിലും അതുപോലെ തന്നെ നമ്മളൊരു സോളിഡ് ആയിട്ട് ആദ്യം സോളിഡ് വിൻഡോയിൽ നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. പിന്നെ നമുക്ക് ആ ഒരു പോയിന്റ് ബേസ് ചെയ്ത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഇന്നാണോ സ്കെയിൽ ഔട്ടാണോ നമ്മൾ ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യാം. ഇതാണ് സ്കെയിൽ. ഇനി നമ്മൾ നോക്കുന്നത് ട്രിമ്മാണ്. അപ്പൊ ട്രിം കമന്റ് നോക്കാം. ജസ്റ്റ് ഞാൻ റെക്ടാങ്കിളിനകത്ത് ഒരു സർക്കിൾ അങ്ങ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ ആദ്യം ട്രിം ടൂൾ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യും. ഞാൻ എനിക്കിപ്പോ ഈ സർക്കിളിന്റെ ഈ ഒരു ഒബ്ജക്റ്റ് എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്തുള്ള ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ട്രിം ചെയ്യും. പിന്നെ എനിക്ക് അതിന് ശേഷം ഈ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താലും മതി. എനിക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഇതാണ് ട്രിം ടൂൾ. ഞാൻ ട്രിം ചെയ്ത സാധനം വീണ്ടും വേണമെങ്കിലോ
ജസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് അടിച്ചാലും മതി. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിം ചെയ്ത സാധനം നമുക്ക് വീണ്ടും തിരിച്ചു ചെയ്യും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ വിൻഡോയിൽ ആ ഒരു ലൈനിലുള്ള ഒരു ഈ ഒരു ടൂളാണ് ഫിനിഷിംഗ്. അപ്പൊ ഇതെന്താ വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അടുത്തൊരു ഒബ്ജക്റ്റ് വരാൻ നമുക്ക് ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ പോയിന്റ് നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എക്സ്റ്റൻഷൻ കാണിക്കുന്നുണ്ടാവും. ഇതിന്റെ അടുത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാം. സോ ഇതാണ് ലൈൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫില്ലറ്റ് ആണ്. അപ്പൊ ഫില്ലറ്റ് നമുക്ക് എന്താക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ആംഗിൾ നമ്മൾ കൊടുക്കും. എത്രയാണോ നമ്മൾ റേഡിയസ് ഒന്നും കൊടുക്കും. ഒരു റേഡിയസിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഷാർപ്പ് കോർണേഴ്സ് എല്ലാം നമ്മൾ ഫില്ലറ്റ് ചെയ്യും. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 20 റേഡിയസ് ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ 2 കോർണർ ഒന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ആദ്യം തന്നെ ഫില്ലറ്റ് കൊടുക്കാൻ പോകുന്നത് ഈ 2 കോർണറിലേക്ക്. അപ്പൊ ഞാൻ ആദ്യം തന്നെ റേഡിയസ് സെലക്ട് ചെയ്തു. ഒരു 20 mm കൊടുത്തു. അത് 2 ലൈനിൽ സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് റേഡിയസ് ആയി കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ കൊടുത്ത റേഡിയസ്. ഓക്കെ, ഇനി നമുക്ക് ഫില്ലറ്റ് ഒന്ന് പരിചയമാണ്. ഫില്ലറ്റ് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ക്യാമ്പറിംഗ് നോക്കാം. ക്യാമ്പറിംഗ് നോക്കുമ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് ക്യാമ്പറിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക. ഒന്ന് ഡിസ്റ്റൻസ് ക്യാമ്പർ. സോ ഒരു 2 ലെങ്ത് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആ 2 ലൈനിൽ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്യാമ്പറിംഗ് ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് 20 mm ഈ 2 ലൈൻ ക്യാമ്പർ ആയിട്ടു. അതല്ല ആംഗിൾ കൊടുത്തും ക്യാമ്പറിംഗ് ചെയ്യണ്ടേ. ഒരിടത്ത് ഞാൻ 25 ഡിസ്റ്റൻസ് കൊടുത്തു, ആംഗിൾ ഒരു 45 ഡിഗ്രിയും കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ലൈനിൽ 25 mm ഡിസ്റ്റൻസും ഒരു 45 mm ആംഗിളും കൊടുത്തു. 25 mm ഡിസ്റ്റൻസിൽ 45 mm ആംഗിളിൽ നമ്മൾ ക്യാമ്പറിംഗ് ചെയ്യും. സോ ഇതാണ് ക്യാമ്പറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇത്രയും നേരം ക്യാമ്പറിംഗ് ഫില്ലറ്റും കാര്യങ്ങളെല്ലാം നോക്കി. നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ബ്ലെൻഡ് കർവ്. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ബ്ലെൻഡ് കർവ് വേറെ അല്ല, ജസ്റ്റ് ഒരു 2 ലൈനിനെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. നമ്മൾ ബ്ലെൻഡ് കർവ് എടുത്തു. നമ്മൾ ജസ്റ്റ് 2 പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കർവേച്ചർ തോന്നും. ഇതാണ് ഈ ബ്ലെൻഡ് കർവ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യും. അപ്പോ ഇങ്ങനെ നമുക്ക് കർവ്സ് യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. എല്ലാം നമുക്ക് വേണമെങ്കിൽ ആർക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, എല്ലാ സർക്കിൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും 2 ലൈൻസ്. സോ ഇത് ഓരോരോ ഡിസൈൻ അനുസരിച്ച് നമ്മളെ ഈ കണക്ട് ചെയ്യുന്ന മെത്തേഡുകൾ വേരി ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് അരേ കമാൻഡ് ആണ്. അപ്പൊ അരേ കമാൻഡ് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു. അപ്പൊ അത് നമുക്ക് സർക്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു അര എടുക്കുന്നു. അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു ടോപ്പിലായിട്ട് കോളംസ് റോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് 4 കോളമാണ്. ഞാൻ ഇത് 2 ആക്കി മാറ്റി. ഇപ്പൊ 2 കോളമായി. ഇവിടെ റോസ് നോക്കിയപ്പോൾ ഇവിടെ 3 ഞാൻ 2 കൊടുത്തു. പിന്നെ ഇതിന് ഒരു സർക്കിളും അടുത്ത സർക്കിളും തമ്മിലുള്ള കോളത്തിന്റെ ഡിസ്റ്റൻസും അതേപോലെ റോ ഡിസ്റ്റൻസ് എല്ലാം നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പാറ്റേൺ ചെയ്യാനാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മള് ഒരുപോലെ തന്നെ ഏകദേശം ഒരു 4-5 എണ്ണം നമുക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടാകുമ്പോൾ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നും വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ പകരം നമുക്ക് ഇങ്ങനെ അരേ കമാൻഡ് യൂസ് ചെയ്ത് ചെയ്യും. ഓക്കെ, അരേ കമാൻഡ് പാത്തര എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊരു പാത്താണ്. ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു.
അപ്പോ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സർക്കിള് നമ്മൾ എടുത്തു. ഇതാണ് നമ്മുടെ പാത്ത്. ഈ പാത്തിനനുസരിച്ച് നമ്മൾ ഈ സർക്കിള് ഇങ്ങനെ മൂവ് ആവും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇത് ഡിസ്റ്റൻസ് കൂടും, ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഈ പാത്തിനകത്ത് തന്നെ നിൽക്കും. സോ ഇതാണ് നമ്മുടെ പാറ്റേൺ. നമ്മള് എന്താ പറയാ അധികം യൂസ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനകത്തുള്ള ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് പോളാർ അരയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പോളാർ അരയ്ക്ക് വേണ്ടി ഒരു സർക്കിൾ വരച്ചു. അപ്പോ ഒരു പോളാർ അര നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ അരേ ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ്. എന്നിട്ട് അതിനുശേഷം സെലക്ട് ദ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം സെന്റർ പോയിന്റ് നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ഇതിന്റെ സെന്റർ പോയിന്റ് അല്ല, നമ്മൾ ഏത് സെന്റർ പോയിന്റ് ബേസ് ചെയ്തിട്ടാണോ ഈ അര നമുക്ക് വേണ്ടത് ആ സെന്റർ പോയിന്റ് ബേസ് ചെയ്യാം. ഞാൻ ഇവിടെയാണ് സെന്റർ പോയിന്റ് ആയിട്ട് കൊടുത്തത്. ഇപ്പൊ എന്തായി, നമുക്ക് അതിനകത്ത് ടോട്ടൽ 6 ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ 6 വന്നത്. നമ്മൾ 5 കൊടുക്കുകയാണെങ്കിൽ അത് 5 ആയിരിക്കും. പിന്നെ അതേപോലെ റോ 1. പിന്നെ ഇത് ഓരോരോ ഓരോരോ സർക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 72 ഡിഗ്രീസ് ആണ്. ടോട്ടൽ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിങ്ങനെ 5ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അധികം യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് ഈ ഒരു പോളാർ അരയെ കുറിച്ച് പഠിക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മളിപ്പോ നോക്കിയത് മോഡിഫൈ കമാൻഡിനകത്തുള്ള ടൂൾസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. കഴിഞ്ഞ ഒരു 2-3 വീഡിയോസിൽ നമ്മൾ ഡ്രോ കമാൻഡിനകത്തുള്ള ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് ബാലൻസ് വരുന്നത് ഒരു 2-3 പിന്നെ എക്സ്പ്ലോഡ്, പിന്നെ വരുന്നത് നമുക്ക് ഓഫ്സെറ്റ് ആണ്. ഈ ഒരു 3 കമന്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ അനോട്ടേഷനെ കുറിച്ചും നമുക്ക് ഫുൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ തുടർന്നും വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളെല്ലാം തരാം. ഞാൻ എന്തായാലും എല്ലാ കമന്റ്സും ഞാൻ വായിക്കുന്നതായിരിക്കും. എന്തെങ്കിലും മോഡിഫിക്കേഷൻ എന്റെ ചാനലിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ്സുകൾ എന്ത് എഴുതുക, ഞാൻ വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത പാർട്ടിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ വീണ്ടും കാണും. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്.